ഹലോ മച്ചന്മാരെ, പാക വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു 10 കിലോ ബീഫ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബീഫ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫിന് ആവശ്യമായിട്ടുള്ള സവാള അരിഞ്ഞെടുക്കാം. നമ്മൾ 1 കിലോ സവാളയാണ് എടുത്തേക്കുന്നത്. സവാളയും കൊച്ചുള്ളിയും ഉണ്ട്. സവാള നമുക്ക് അരിഞ്ഞെടുക്കാം. സവാള മൊത്തം നമ്മൾ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. പച്ചമുളക് അരിഞ്ഞെടുക്കാം. പച്ചമുളക് നമുക്കിങ്ങനെ ചരിച്ചരിഞ്ഞിടാം. അങ്ങനെ സവാളയും മുളക് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാക്കുത്തിന് വേണ്ടിയുള്ള തേങ്ങ എടുക്കാം. ഇനി നമുക്കിതൊരു നല്ല സ്ലൈസായിട്ട് പീസാക്കി എടുക്കാം. നമ്മുടെ അടുത്ത പരിപാടി ഇഞ്ചിയും വെളുത്തുള്ളി ഇടിച്ചെടുക്കാം. അതിനുള്ള ആയുധം ഇഞ്ചി ഇടിച്ചെടുക്കാം. ഇടിച്ച് നമുക്ക് ചതച്ചെടുക്കാം. നമുക്ക് കുറേശ്ശെ ഇടിച്ച് മാറ്റി വെക്കാം. വെളുത്തുള്ളി എടുക്കാം. ഇഞ്ചി ഇടിച്ചെടുത്ത പോലെ ഇടിച്ചെടുക്കാം. അതിലോട്ട് ഇട്ട് കൊടുത്ത് നൈസായിട്ട് ഇടിച്ചെടുക്കാം. വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി, കൂടുതൽ പൊടിയാണ്. നമ്മുടെ ബീഫിലിടാനുള്ള സാധനങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. പുറത്ത് വെച്ച് കാണിക്കുന്ന വേറെ ഒന്നുമല്ല, നമ്മൾ ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് അതേപോലെ അടുപ്പേക്ക് കയറ്റാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എണ്ണയൊക്കെ ഇട്ട് വഴറ്റി എടുക്കുമ്പോഴത്തേക്കും സെറ്റാവും. അപ്പോൾ നമുക്ക് ഓരോന്നും ചേർത്ത് കൊടുക്കാം. കമാൻ. ആദ്യം നമുക്ക് അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം. സവാള, കൊച്ചുള്ളി തട്ടി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഇടിച്ച് ചതച്ച് വെച്ചത്, ഇത് രണ്ടും 1/4 കിലോ വെച്ചാണ്. രണ്ടും തട്ടി കൊടുക്കാം. ഓക്കെ. ഇനി പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും രണ്ടും തട്ടി കൊടുക്കാം. ഇനി തേങ്ങാക്കൊത്തും ഇട്ട് കൊടുക്കാം. ഈ സാധനങ്ങളൊന്നും സെപ്പറേറ്റ് നമ്മൾ വഴറ്റി ചേർക്കുന്നതാണ്. പക്ഷേ ഇത് വഴറ്റി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഈ ബീഫിനാണ് വേവ് കൂടുതൽ. അപ്പോൾ അതിനകത്ത് കിടന്ന് നല്ലപോലെ സാധനം വെന്ത് വന്നോളും. അത് കഴിഞ്ഞ് എണ്ണ ഇട്ട് വഴറ്റുമ്പോഴത്തേന് ഇതെല്ലാം നല്ല രീതിയിൽ സൂപ്പറായിട്ട് വന്നോളും. കുറച്ച് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുക. ഇനി അടുത്തത് കരിവേപ്പില. നമുക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. തണ്ടും കിടക്കട്ടെ. ഓക്കെ. ഗരം മസാല ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇതൊന്ന് വറ്റി വരുമ്പോഴത്തേന് നമുക്ക് വേണ്ട പോലെ ചേർത്ത് കൊടുക്കാം. നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി സെറ്റാക്കി കൊടുക്കാം. മുളകും സാധനമൊക്കെ പിടിക്കുന്ന നല്ല പോലെ കിടുക്കാച്ചിയായിട്ടൊന്ന് ഇതിപ്പോൾ അങ്ങോട്ട് വേവിച്ച് കഴിയുമ്പോഴത്തേന് വെള്ളം എല്ലാം കൂടെ അങ്ങോട്ട് ഇറങ്ങി നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് വേവിക്കണം. ആ വെള്ളം വറ്റി വരുമ്പോഴത്തേന് ഒരു മണിക്കൂർ കൊണ്ട് സാധനം ഇതെല്ലാം വെന്ത് നല്ല സെറ്റായിട്ട് വരും. ഉപ്പും മുളകും സവാളയും കൊച്ചുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നല്ല സെറ്റായ രീതിയിൽ നമ്മൾ ഇളക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇവനെ അടുപ്പിക്കയറ്റാം. ഒരു മണിക്കൂറോളം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് കൊണ്ട് അടുപ്പിൽ വെക്കാം. അങ്ങനെ സാധനം അടുപ്പിലോട്ട് കയറ്റിയിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. സാധനം വെള്ളമൊക്കെ ഇറങ്ങി നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിവിടെ കിടന്ന് അടച്ചു വെച്ച് തന്നെ നമുക്ക് ഇത് മൊത്തം വറ്റിച്ചെടുക്കാം. അപ്പോഴത്തേന് ബീഫൊക്കെ നല്ല പോലെ കൊണ്ടുപോകും. അങ്ങനെ നമ്മുടെ ബീഫ് നല്ല പോലെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തുറന്ന് വെച്ച് ഇത്ര നേരം അടച്ചു വെച്ച് നമ്മൾ ഇപ്പോൾ ഒരു മണിക്കൂറോളം 1.5 മണിക്കൂറോളം നമ്മൾ അടച്ചു വെച്ച് വേവിച്ചു. അപ്പോൾ തന്നെ വെള്ളമെല്ലാം വറ്റി സെറ്റായി വന്നിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടെ വറ്റാനുള്ളൂ. അത് നമുക്ക് തുറന്ന് വെച്ച് നമുക്ക് പെരിയെ വറ്റിച്ചെടുക്കാം. നമ്മുടെ ബീഫ് കണ്ടേ കിടിലായിട്ടുണ്ട്. അതുകൊണ്ട് ചെറിയൊരു ഗ്രേവി പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്കിത് വറ്റിച്ചെടുക്കണം. ഇപ്പം ഞാൻ തീ കുറച്ച് വെച്ച് നമ്മൾ സാധനം വറ്റിച്ചെടുക്കുകയാണ്. ഇതിപ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂറോളമായിട്ട് അടുപ്പിക്കിടന്നിങ്ങനെ തിളച്ച് ഈ ഒരു ലെവൽ വരെ വെള്ളം ഉണ്ടായിരുന്നു. വെള്ളത്തിൽ ബീഫിൽ നിന്ന് ഇറങ്ങിയ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമെല്ലാം നല്ലപോലെ വറ്റി താന്ന് സെറ്റായിട്ടിരിക്കുകയാണ്. ഇനി കുറച്ചുകൂടെ ഒന്ന് വറ്റുമ്പോഴത്തേന് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് നല്ല കിടിലായിട്ട് ഫ്രൈ ആക്കി എടുക്കാം. നൈസായി വന്നിട്ടുണ്ട്. നൈസായിട്ട് വറ്റി നമുക്ക് നല്ല കിടിലിനായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് കുരുമുളക് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഈ ടൈമിൽ നമുക്ക് കുരുമുളക് ഇടാവും. നേരത്തെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ കുരുമുളകിൻ്റെ എരിവ് ഏർച്ച് നിൽക്കത്തില്ല. ഈ അവസാന നിമിഷം കുരുമുളക് കൂടെ അങ്ങോട്ട് ഇട്ട് എണ്ണ ഇങ്ങോട്ട് ഒഴിച്ച് കൊടുത്ത് അതിൻ്റെ അതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എൻ്റെ സാറേ പൊളിക്കും. ഇത് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം.
എണ്ണ ഇങ്ങനെ കംപ്ലീറ്റ് എണ്ണ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം. ഒരു 1/2 കിലോ എണ്ണ നമുക്ക് ഒഴിച്ച് കൊടുത്തേക്കാം. നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം. നമ്മളിപ്പോൾ ഇങ്ങനെ ചെറിയ തീയിൽ ഇങ്ങനെ പുരട്ടിയെടുക്കുക. ഇപ്പം തന്നെ കളറൊക്കെ മാറി ഒരു ഡാർക്ക് കളറൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ എന്നാലും പോരാ, കുറച്ചുകൂടെ നമുക്ക് ഡ്രൈ ആക്കി എടുക്കണം. കണ്ട കുറച്ചുകൂടെ നമുക്ക് ഡ്രൈ ആക്കി എടുക്കണം. അങ്ങനെ നമ്മുടെ ബീഫ് നല്ല ഡാർക്ക് നിറത്തിൽ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടെ വറ്റിച്ചെടുക്കണം. കാരണം ഇത് നമുക്ക് നമ്മുടെ ഫ്രണ്ടിന് അവൻ ദുബായിൽ കൊണ്ടുപോകാനുള്ള സാധനമാണ്. അപ്പോൾ ഇത് നമുക്ക് പാക്ക് ചെയ്ത് ഡെപ്പിയിലാക്കി എടുത്ത് അവന് കൊടുത്തു വിടണം. അപ്പോൾ അതിന് വേണ്ടി ഉള്ളതാണ്. അപ്പോൾ നല്ലപോലെ കുറച്ചുകൂടെ ഡ്രൈ ആവണം. സാധനം ഇനി അടുപ്പേ നിറക്കി വെക്കാം. എന്നിട്ട് തന്നെ ഇരുന്ന് തന്നെ ഡ്രൈ ആയിക്കോളും. അപ്പം സംഭവം സെറ്റായിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ബീഫ് ഫ്രൈ ചെയ്തെടുത്ത് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇത് കഴിച്ച് നോക്കാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. നമുക്ക് കഴിച്ച് നോക്കാം. കഴിച്ച് നോക്കിയിട്ട് പറഞ്ഞുകൊണ്ടോ. സാധനം സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട്? സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പാക്ക് ചെയ്ത് കൊടുത്തു വിടാനുള്ളതാണ്. അപ്പം ബാക്കി അവിടെ ഉള്ളവർ കഴിച്ച് നോക്കിയിട്ട് കമൻറ്റിൽ അറിയിക്കണം. അടുപ്പിൽ കയറിയിട്ടേണ്ട 5-6 മണിക്കൂറോളം വെന്ത് നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുള്ള ബീഫാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ടാറ്റ ആൻറ്റി. അതാ ചൈനീന്ന് വന്ന ദിവസം തന്നെ സാരം.